കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരുന്നു. അതായത് ഭക്ഷ്യസാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് തന്നെ അതിന്റെ സബ്സിഡിയിൽ മാറ്റം വരുത്തുന്ന ഒരു രീതി സപ്ലൈകോ നിലവിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു ന്യൂസ്. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റിൽ ഇത്രയും വലിയ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ പ്രൈസസ് വരുന്ന ഒരു സമയത്ത് ഗവൺമെന്റിന് ആ ഒരു പ്രൈസിനെ എങ്ങനെയെങ്കിലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ശരിക്കും ഈ സപ്ലൈകോ പോലെയൊക്കെയുള്ള സംവിധാനം. ശരിക്കും അതിനെ ഇന്നിപ്പം നമ്മുടെ കേരളത്തില് തച്ചുടച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണാന് ഉള്ളത്. ഏകദേശം ഒരു 1200 കോടി രൂപയ്ക്ക് മുകളിൽ സപ്ലൈകോയ്ക്ക് പല വിധത്തില് നെല്ലുകൾ ഏറ്റെടുത്തതിന്റെ രീതിയിലും അതുപോലെ തന്നെ സാധനങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തതിന്റെ ഭാഗമായിട്ടൊക്കെ ഇവർക്ക് കാശ് കൊടുക്കാനുള്ള ഒരു ഘട്ടം അറിയാവുന്നതാണ്. അപ്പൊ ഇതിൽ കുറച്ച് കാശ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുണ്ട് എന്നിവര് ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും കൃത്യമായി ആദ്യഘട്ടങ്ങളിൽ നൽകിയ നെല്ലിന് കൊടുത്ത എമൗണ്ടുകൾ ഇവർ ഏത് തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ തീർച്ചയായിട്ടും പിന്നീട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കാശ് കൊടുത്തു തീർത്തിരിക്കുന്നു എന്നുള്ള ഒരു ഘട്ടവും കൂടി നാട്ടുകാരെ എല്ലാവരെയും അറിയിക്കുക. അതായത് കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തതിനകത്തിൽ തന്നെ അവര് അത് ഡിസ്ക്ലെയിം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ഇന്ന് സംസ്ഥാനത്ത് വന്നിരിക്കുന്ന വില വർധനവ് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരാൾക്ക് അഫോർഡബിൾ ആകുന്നതിൽ നിന്നും ഉപരിയായിട്ടുള്ള ഒരു വൻ വില വർധനവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ചെറുപയറിന് 74 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇന്നിപ്പം 92.63 രൂപയിലേക്കും, ഉഴുന്ന് എന്ന് പറയുന്നത് 66-ൽ നിന്നും 95.28ലേക്കും മാറുന്നു. കടല 43-ൽ നിന്നും 69.93ലേക്കും, അതുപോലെ തന്നെ വൻപയർ എന്ന് പറയുന്നത് 45-ൽ നിന്നും 75.78ലേക്കും, തുവരപ്പരിപ്പ് 65 അതിൽ നിന്നാണ് 111.48ലേക്ക് മാറുന്നതെന്നും, 75 രൂപയാണ് മുളകിന് ഉണ്ടായിരുന്നത്, 500 ഗ്രാമിനാണ്, അത് 82.07ലേക്ക് മാറുന്നു എന്നും അങ്ങനെ ഒരു വൻ വർധനവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മട്ട അരിക്കാണെങ്കിൽ 24-ൽ നിന്നും 30.86ലേക്ക് മാറുന്നു, പച്ചരി 23-ൽ നിന്നും 26.89ലേക്ക് മാറുന്നു, ജയ അരി 25-ൽ നിന്നും 29.46ലേക്കും ഇങ്ങനെ ഒരു വൻ നല്ല രീതിക്കൊരു പ്രൈസ് മാറ്റമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നിപ്പം സപ്ലൈകോ പോലെയുള്ള സ്ഥാപനത്തിലും ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം. അപ്പൊ ഇതിന് ഇവർ പറയുന്നത് വിപണി വില കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ച് സബ്സിഡിയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതും 35%ത്തിലേക്ക് സബ്സിഡി താത്തിരിക്കുകയുമായിട്ടുള്ള ഒരു ഘട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പൈനിയർ പ്രോജക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഭാരത് റൈസ്, ഭാരത് ആട്ട, ഭാരത്, അതായത് ഭാരത് ബ്രാൻഡില് ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുക. അത് വിൽക്കുന്നത് നാഫെഡ് അതുപോലെ തന്നെ NCCF പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്രീയ ഭണ്ഡാർ, അതായത് നമ്മുടെ കേന്ദ്രത്തിന്റെ തന്നെ ഗോഡൌണുകളിൽ നിന്നും ഡയറക്റ്റ് പാക്കേജ് ചെയ്ത് അയക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഒരു സംഭവം ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കാണാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തിൽ പറയുന്നത് ഈ പരിപ്പ് തൃശ്ശൂരിൽ വേകില്ല, ഈ പരിപ്പ് അല്ലെങ്കിൽ ഈ ചോറ്. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് നമ്മുടെ പ്രതാപൻ ഈ തൃശ്ശൂരിന്റെ MP ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപ്പ് തൃശ്ശൂരിൽ ഈ പരിപ്പും ഈ അരിയും തൃശ്ശൂരിൽ വേഗില്ല. എന്നിട്ട് ഇവരിടുന്ന ചില പോസ്റ്റുകൾക്ക്, ഭാരത് റൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പോസ്റ്റുകൾക്കെല്ലാം ഇടുന്ന ഒരു ഹാഷ്ടാഗ് കൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. #സംഘി, #BJP, #സുരേഷ് ഗോപി. ഇതൊക്കെ ശരിക്കും ഇവർ ഈ ഹാഷ്ടാഗ് എന്തിനാണ് ഇതിന്റെ കൂട്ടത്തിൽ പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാകില്ല. അതായത് ഈ ഒരു പദ്ധതി ഇന്ന്
കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിൽ അരി വിതരണം ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇവര് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പദ്ധതി കേരളത്തിന് മാത്രമായിട്ടല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിലാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടുന്നതിനെ അതിനെ ആ ഇൻഫ്ലേഷൻ റേറ്റിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. 2023 നവംബറിൽ ഡൽഹിയിലാണ് ഈ പ്രോജക്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. പക്ഷെ ഇവനൊന്നും ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇവനൊക്കെ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി, വോട്ട് പിടിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ മാത്രം കൊണ്ടുവന്ന് ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്നാണ് ശരിക്കും പറഞ്ഞ അന്തം കമ്മികളും അതുപോലെ തന്നെ കുറെ കൊങ്ങികളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണേണ്ടത്. അല്ല എന്ന് മനസ്സിലാക്കുക. 2023 നവംബറിലാണ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതെന്ന് മനസ്സിലാക്കുക. ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ഇതിനകത്തിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ, ഭാരത് ബ്രാൻഡിൽ ആദ്യമേ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓട്ടയാണ്. ആട്ടയ്ക്ക് ശേഷം ഇവര് പിന്നീട് അത് പയറുവർഗ്ഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 60 റുപ്പീസ് പെർ kg എന്നുള്ള രീതിയിലാണ് പയറുവർഗ്ഗങ്ങൾ വിൽക്കപ്പെടുന്നത്. തുമരയാണെങ്കിലും കടലയാണെങ്കിലും അങ്ങനെയുള്ള പയറുകൾ. ഇപ്പൊ തന്നെ ഞാൻ വായിച്ചതിനകത്ത് ഈ തുമരപ്പരിപ്പിന്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് കണ്ടതാണല്ലോ. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എത്രയോ കുറവാണ് ശരിക്കും പറഞ്ഞ ഭാരത് ബ്രാൻഡിലെ നമ്മുടെ ഈ തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൂടാതെ ഉള്ളിയും 25 രൂപ നിരക്കില് ഉള്ളിയും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ അന്തം കമ്മികൾ കേരളമല്ലാതെ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രം പ്രചരിപ്പിച്ചു വിടുന്ന കള്ളത്തരങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ എണ്ണങ്ങള്, അല്ലെങ്കിൽ കൈരളിയുടെ ന്യൂസുകളും മാതൃഭൂമി ഈ ദേശാഭിമാനിയിൽ വരുന്ന ന്യൂസുകളും മാത്രം വിശ്വസിച്ച് കേട്ട് ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പദ്ധതി ഡൽഹിയിലാണ് ആദ്യമായിട്ട് ചെയ്തതെന്നും 2003 നവംബർ മുതൽ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇതെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത് ഏതേ കൂടി കൊടുക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. നാഫെഡ്, അതുപോലെ തന്നെ NCCF, അതുപോലെ തന്നെ കേന്ദ്രീയ ഭണ്ഡാർ, നമ്മുടെ ഗോഡൌണുകൾ, ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗോഡൌണുകൾ വഴിയുമൊക്കെയാണ് ഈ സംഭവം ഡിസ്ട്രിബ്യൂഷന് പോകുന്നത് എന്ന് മനസ്സിലാക്കി. ഇത് കൂടുതലാക്കി കൂട്ടിക്കൊണ്ടുവരാനും നമ്മുടെ ഗവൺമെന്റ് ഒരു ആലോചനയുണ്ട് എന്നുള്ളതും പിന്നീട് ഇത് എത്താത്ത ഭാഗങ്ങളിൽ, ഇപ്പൊ എല്ലായിടത്തും ഗവൺമെന്റിന്റെ ഗോഡൌൺ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഗോഡൌൺ ഉണ്ടാകണമെന്ന് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ PDF സിസ്റ്റത്തിനെ നമ്മൾ ആശ്രയിച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഘട്ടങ്ങളിൽ അതിനെയും കൂടി ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുവഴിയും കൂടി വിതരണം നടത്തിക്കൊണ്ട് ഇത് രാജ്യവ്യാപകമായിട്ട് ചെയ്യാൻ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഭാരത് റൈസ് എന്ന് പറയുന്നത്. ഇനിയും ഭാരത് റൈസ് അരിക്കെതിരെയുള്ള പ്രചരണം ഒന്ന് ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് നമ്മുടെ എന്തുവാ കൈരളി ന്യൂസ്, അതുപോലെ തന്നെ ഇപ്പൊ 24, മാതൃഭൂമി, ഇവരൊക്കെ ഈ അരി വാങ്ങിച്ചവര് അത് വെച്ചിട്ട് അതിന് എന്ത് മറുപടി പറയുന്നു എന്നുള്ള കാര്യത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. പൊന്നി റൈസ് ഓൾറെഡി നമ്മളൊക്കെ വാങ്ങിക്കുന്ന കുറച്ചു പേർക്കൊക്കെ അത്, ചില ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടപ്പെടാഴികയുണ്ടാവാം നമ്മുടെ കേരളത്തില്. പക്ഷെ കേരളത്തിന് വെളിയിൽ നോക്കിയാൽ എവിടെയാണെങ്കിലും ഈ പൊന്നി റൈസ് ഒക്കെ ഭയങ്കരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു റൈസാണ്. എന്നാൽ നമ്മുടെ സാധാരണ അരിയെക്കാട്ടിലും വില കൂടിയ ഒരു റൈസും കൂടിയാണത്. ഇത് പച്ചരിയാണ്, ഇത് പലഹാരം ഉണ്ടാക്കാൻ മാത്രമേ കൊള്ളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ സാധാരണപ്പെട്ടവന്, അത് വേണ്ടുന്നവന് വാങ്ങിച്ചുപയോഗിക്കാനോ അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കട്ടെ എന്ന് കരുതുക. ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് നടക്കുന്നത് തികച്ചും എന്താ പറയുന്നത്, ന്യായമായ ഒരു കാര്യമല്ല, അന്യായം തന്നെയാണ് സംഭവം. എന്നാലും കുറെ ആൾക്കാർക്കെങ്കിലും ഈ അരി
കഴിക്കും. എനിക്ക് അരി കഴിക്കുന്നതിന് പ്രശ്നമില്ല. കാരണം ഞാൻ പണ്ട് മുതലേ അരി കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചിലർക്കത് കഴിക്കുന്നതിന് പ്രശ്നമാണ്. കാരണം ഈ പൊന്നി അരി ആയതുകൊണ്ട് തന്നെ. അത് ആ അരി ഒരു തരത്തിലുള്ള മാലിന്യങ്ങളില്ലാതെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താ പറയുന്നേ, സ്മെല്ലോ ബാഡ് ഫൗൾ സ്മെല്ലുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ഭക്ഷ്യയോഗ്യമാകുന്ന തരത്തിൽ തന്നെ മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, 29 രൂപ വില നിരക്കിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ലേ? എന്തിനാണ് നിങ്ങൾ ഈ കുപ്രചരണങ്ങൾ നടത്തുന്നതും? അതുപോലെ തന്നെ അത് തന്നെയല്ല, ഒരു കാര്യം മനസ്സിലാക്കുക. തൃശ്ശൂരിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു പദ്ധതി. തൃശ്ശൂരിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന പദ്ധതിയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾ രാവിലെ NCCFന്റെ സൈറ്റിലേക്ക് കയറി നോക്കാമെങ്കിൽ ഇന്നത്തെ ദിവസം എവിടെയൊക്കെ അരി വിതരണമുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ വണ്ടി എവിടെയൊക്കെ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ഇത് അതിനകത്തിൽ കാണാൻ സാധിക്കും. ഒരു ലിസ്റ്റ് അതിനകത്തിൽ കാണാൻ സാധിക്കും. അത് തിരിച്ചും കേരളം മാത്രമല്ല അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള പല സ്ഥലങ്ങളുടെ പേരുകളും അതുപോലെ വണ്ടി നമ്പറുകളും അതിനകത്തിൽ എഴുതിയിട്ടിരിക്കുന്ന ആ ലിസ്റ്റിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ പറഞ്ഞു പറ്റിക്കുക എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്താൻ ഇത്രയും കഴിവുള്ള മറ്റൊരു ടീമും ഈ ഭൂലോകത്ത് വേറെ കാണില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും നിങ്ങളുടെ ഈ കള്ളപ്രചരണം നടക്കട്ടെ. ആവശ്യമുള്ളവര് വേണ്ടവരൊക്കെ വാങ്ങിച്ച് ഈ സംഭവം ഉപയോഗിക്കുമെന്നും, തീർച്ചയായിട്ടും ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവനെ സഹായിക്കുന്ന തരത്തില്, അവന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണെന്ന് കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കമ്മികൾ മനസ്സിലാക്കുക. തൃശ്ശൂരിന്റെ ഒരു വോട്ട്, ഒരു സീറ്റ്, ആ സീറ്റ് മാത്രം വിജയിച്ചുകൊണ്ടല്ല ബിജെപി എന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. 303 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യ ഭരിക്കുന്നത്. തൃശ്ശൂർ കിട്ടിയാൽ അതിലൊന്നുകൂടി ആഡ് ചെയ്യപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം ആ 303-ൽ കവർ ചെയ്തുള്ള സീറ്റുകൾ ബിജെപി കരസ്ഥമാക്കിക്കൊണ്ട് വീണ്ടും ഭരണത്തിലേറും. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഈ തൃശ്ശൂരിന് മാത്രം എയിം ചെയ്ത് ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം അരിയും പയറും ഉള്ളിയും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി, അത് എന്തിന്റെയാണെന്ന് കൂടി നീയൊക്കെ മനസ്സിലാക്കണം. നിന്റെ തൃശ്ശൂരിന്റെ സീറ്റിന് വേണ്ടിയിട്ടല്ല ഈ പദ്ധതി. സാധാരണപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, അവർക്ക് ഈ ഉയർന്ന വില താങ്ങാൻ പറ്റാവുന്നവർക്ക് വേണ്ടി മാത്രം, പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് മോദിജി ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. Ponni rice is one of the best rice, Ponni raw rice. അത് വെസ്റ്റേൺ വേൾഡിലേക്ക് അത് ഇമ്പോർട്ടായി വരുമ്പോൾ ബിക്കോസ് ഓഫ് ദ ഹൈ പ്രൈസ് റൈസസ് ഇന്ത്യ റേസ് ദ പ്രൈസസ്. സോ പൊന്നി റൈസിൻ്റെ 10 LB വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 0.5 kgs, ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഞാനൊരു അപ്രോക്സിമേഷൻ വെക്കുകയാണ്. ഇറ്റ് കംസ് ടു അറൗണ്ട് $45 to $50. $50 നിങ്ങൾ കൺവേർട്ട് ചെയ്ത് എടുക്കുകയെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 4 grand വരും ഇന്ത്യൻ റുപ്പി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര എക്സ്പെൻസീവ് റൈസാണ് ഇറ്റ് ഇസ് given so cheap in there. And you won't get when all this COVID time and all, it was not available. It was very difficult for people to get it because it is one of the most in demand rice. Kerala matta and all nobody eats because first of all it is very thick rice. പോരാത്തതിന് അതിൻ്റെ കളർ വേറെ ആയിരിക്കും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഈറ്റ്. ആൻഡ് ഇറ്റ്സ് ഭയങ്കര ഹെവി സ്റ്റാർച്ച് ഉള്ള കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും. സോ ഫങ്ഷണാലിറ്റി കുറഞ്ഞു കിട്ടും. ഐ തിങ്ക് ഫോർ കമ്മ്യൂണിസ്റ്റ് ഇറ്റ് ഇസ് ഗുഡ് ബിക്കോസ് ദേ നെവർ വർക്ക്. ചുമ്മാ തിന്ന് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക വെച്ചാൽ ഇറ്റ് ഇസ് ഫൈൻ. പക്ഷെ ഫോർ പീപ്പിൾ ഹു ആക്ച്വലി ഹാവ് ടു വർക്ക്, that is not a very feasible thing to do.
അപ്പോൾ I really don't know പൊന്നി റൈസിന് വേണ്ടിയിട്ട് why would anybody come and say it is for palharam alone? That is such a nonsensical issue. All your rice items, like your if you go to Karnataka, if you go to Telugu, sorry, Andhra Pradesh, your Nellore rice, Punni rice, all these things, Sona Masuri rice, everything is very similar, because those are the rice that you use for all the rice mixes that you make, coconut rice or lemon rice or puliyodare or any of those things. Adinokka anganta rice I use here. You can't use Kerala matta for that. Kerala matta, normal Keralites ഇങ്ങനെ റൈസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ വല്ല ഒഴിച്ചുള്ള കൂട്ടാൻ കഴിക്കുകയെന്ന് വെച്ചാൽ ശരി. But that's a very messy thing to do when you are an office goer or anything like that, right? അപ്പോൾ that is why these type of rices are very very popular. അത് ആസ് ഐ സെഡ്, കമ്മ്യൂണിസ്റ്റ് വെറുതെ വീട്ടിലിരുന്ന് തിന്നുമ്പോൾ അവർക്ക് അറിയില്ല, പണിയെടുത്ത് ജീവിക്കുന്നവർക്കേ അതിൻ്റെ വാല്യൂ അറിയുള്ളൂ. ഹൂ ഇസ് നെക്സ്റ്റ്? പ്രകാശ് ജി സംസാരിച്ചോ? നന്ദൻ ജി സംസാരിച്ചോ? ഇത് ഓരോ ഹാബിറ്റ്സ് ആണ്. Certain type of rice you may not be like promoted matta is that is their choice.